കഅബയുമായി നമുക്കുള്ള ബന്ധം പ്രത്യേകിച്ച് പറയേണ്ട, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കഅബയുമായി എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാൻ, അറിയാൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് എന്നത് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കഅബയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്, പവിത്രമായ ഭവനം എന്നാണ് ഒരു ഭാഗത്ത് കഅബയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. പവിത്രമാണത്. വലിയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ബൈത്തുൽ അതീഖ് പുരാതനമായ ഭവനം, അവിടെ നിങ്ങൾ തവാഫ് നിർവഹിക്കുക. രണ്ടാമത്തെ ഒരു പരാമർശം അങ്ങനെയാണ്. ഭൂമിയിലെ നിർഭയത്വമുള്ള പ്രദേശമാണ് കഅബ എന്നുള്ളത്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന, അത് സങ്കേതമാണ്, അതോടൊപ്പം അംനാണ്, നിർഭയത്വമാണ്. അവിടെ ഭയപ്പെടേണ്ടതില്ല, അക്രമികൾക്ക് പോലും അവിടെ നിർഭയത്വമാണ്. ഫമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും അവിടെ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കഅബയുടെ നിർമ്മാണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണ് നിർവഹിച്ചത് എന്ന് നമുക്കറിയാം. അതിനു മുമ്പേ കഅബയുണ്ടായിരുന്നു എന്ന ചില പണ്ഡിത അഭിപ്രായങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുതുക്കി പണിയുകയാണ് ചെയ്തത്. ആദ്യം മലക്കുകൾ നിർമ്മിച്ചു, പിന്നീട് ആദം നബി അലൈഹിസ്സലാം നിർമ്മിച്ചു എന്ന പണ്ഡിത അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹദീസിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് എത്തുന്നു. മകൻ ഇസ്മായിൽ വളർന്നിട്ടുണ്ട്. സംസമിന്റെ അരികിൽ അമ്പുമായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇരിക്കുന്നു. അമ്പ് തയ്യാറാക്കുകയാണ്. ആ സമയത്താണ് പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുന്നത് മകൻ അറിയുന്നത്. ഉപ്പയെ കണ്ടാലുള്ള സ്നേഹപ്രകടനങ്ങൾ ഇസ്മായിൽ നിർവഹിച്ചു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ അമറനി ബി അംരിൻ, മോനെ ഇസ്മായിൽ, അല്ലാഹു എന്നോടൊരു കൽപ്പന നിർവഹിച്ചിട്ടുണ്ട്. ഖാൽ ഫസ്ന മാ അമറക റബ്ബുക്, ഉപ്പ എന്താണോ റബ്ബ് കൽപ്പിച്ചത് അതെന്റെ ഉപ്പ പ്രവർത്തിച്ചു കൊള്ളുക. ഇസ്മായിൽ ഹാജർ വളർത്തിയ മകനാണ്. മതബോധമുള്ള ഒരു ഉമ്മയുടെ മകനാണ്. ആ മകനിൽ നിന്ന് വരുന്ന ഏറ്റവും മാന്യമായ മറുപടി, ഉപ്പ എന്താണ് റബ്ബിന്റെ കൽപ്പന, അത് ഉപ്പ പ്രവർത്തിക്കുക. തുഈനുനി, എന്നെ നീ സഹായിക്കുമോ? അല്ലാഹു കൽപ്പിച്ച ആ കൽപ്പന നിർവഹിക്കാൻ മകനെ നിന്റെ സഹായമുണ്ടാകുമോ? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, ഉപ്പ ഞാൻ സഹായിക്കാം. ഫഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ഹഉന ബൈതൻ, ഒരു മണൽക്കൂന ചൂണ്ടിക്കാണിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, റബ്ബിന്റെ കൽപ്പനയാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കഅബയുടെ പണി ആരംഭിച്ചു. ആദ്യം തൂണുകൾ പടുത്തുയർത്തി. കല്ലുകൾ കൊണ്ടുവന്നിരുന്നത് ഇസ്മായിലാണ്. അതിന്റെ നിർമ്മാണം നിർവഹിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ കഅബ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഹുമാ യഖൂലാൻ, അവർ രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ.
അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പണിതു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വിശദമായി കൊണ്ട് ആ രംഗം നമുക്ക് പറഞ്ഞു തന്നു. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ജാഹിലിയത്തിലെ അറബികൾ പോലും കഅബക്ക് പവിത്രത കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നജ്ജാശി, ആ നജ്ജാശിയുടെ കീഴിലുള്ള സേനാനായകൻ, യമനിലെ സേനാനായകൻ അബ്രഹത്ത്, അയാൾ യമനിൽ ഒരു ആരാധനാലയം പണിയുകയാണ്. അതിന്റെ പേരാണ് കുല്ലൈസ്. അറബികൾ ഹജ്ജ് നിർവഹിക്കുന്നത് മക്കയിലേക്ക് ചെന്ന് കഅബയുടെ അരികിലാണ്. ഏറ്റവും പേരുകേട്ട തീർത്ഥാടന കേന്ദ്രം കഅബയാണ്, മക്കയിലാണ്. അത് മക്കയിൽ നിന്ന് യമനിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയാണ് കുല്ലൈസ് പണിതിട്ടുള്ളത്. യാത്രക്കാരായ കച്ചവടക്കാരായ ചില അറബികൾ യമനിൽ അബ്രഹത്തിന്റെ തീർത്ഥാടന കേന്ദ്രം കാണുകയും അവിടെ ചെന്ന് ചില ആളുകൾ അയാളെ ചൊടിപ്പിക്കാൻ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു. ദേഷ്യം സഹിക്കാൻ കഴിയാതെ അബ്രഹത്ത് തീരുമാനിക്കുകയാണ് കഅബ പൊളിക്കണം. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, അറബികളെ പാഠം പഠിപ്പിക്കണം. 2, തീർത്ഥാടന കേന്ദ്രമായി യമൻ മാറണം. മക്കയിലേക്ക് കഅബയിലേക്ക് പോകുന്ന ആളുകൾ ഇനി യമനിലേക്ക് എത്തണം. അബസീനിയയിൽ നിന്നുള്ള നജ്ജാശിയുടെ ആനയുമായി, ആനപ്പടയുമായി, 10,000-കണക്കിന് വരുന്ന സൈന്യവുമായി കഅബ തകർക്കാൻ അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്നു. മക്കയിലേക്കെത്തി. ചരിത്രം വിശാലമാണ്. കഅബയുടെ അരികിലേക്ക് എത്തിയപ്പോൾ ആന മുട്ടുകുത്തുകയാണ്. ആനക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. വലതുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്, ഇടതുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ കഅബയുടെ നേരെ ആന മുന്നോട്ടേക്ക് വരുന്നില്ല. അല്ലാഹു തആല ആ സൈന്യത്തെയും നശിപ്പിച്ചു. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അല്ലാഹു പക്ഷികളെയാണ് നിയോഗിച്ചത്. കഅബയുടെ ആളുകൾ എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കീങ്ങൾ മാളത്തിലൊളിച്ചു. അബ്ദുൽ മുത്തലിബ് വന്നുകൊണ്ട് പറഞ്ഞു, അബ്രഹത്തെ, എന്റെ ഒട്ടകത്തെ എനിക്ക് തരണം. അബ്രഹത്ത് കരുതിയത് കൈകൂപ്പിയിട്ട് അബ്ദുൽ മുത്തലിബ് പറയും കഅബ പൊളിക്കല്ലേ, കഅബ തകർക്കല്ലേ എന്ന് പറയും. പക്ഷേ അബ്ദുൽ മുത്തലിബ് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ ഒട്ടകത്തെ തരുമോ? ഞങ്ങളുടേതാണ് കഅബ എന്ന് പറഞ്ഞ ഗോത്രങ്ങൾ ഇനി മാറി ഞങ്ങളുടെ വിഗ്രഹത്തെ തകർക്കണ്ട എന്നു കരുതി അബ്രഹത്തിന്റെ സൈന്യത്തിന്റെ കൂടെ ആളെ നിശ്ചയിച്ചു കഅബയിലേക്കുള്ള വഴി കാണിക്കാൻ. കഅബയുടെ ആളുകൾ മാളത്തിൽ ഒളിച്ചപ്പോൾ, ഞങ്ങളുടേതാണ് കഅബ എന്ന് 100 വട്ടം പ്രഖ്യാപിച്ചിരുന്നവർ ഓടിയൊളിച്ചപ്പോൾ റബ്ബിന് മക്കക്കാരുടെ സഹായം വേണ്ടി വന്നിട്ടില്ല. റബ്ബിന് ദീനിനെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യന്റെയും സഹായം വേണ്ടി വന്നിട്ടില്ല. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. പക്ഷികളെ റബ്ബ് പറഞ്ഞയച്ചു. ആ പക്ഷികൾ കല്ലുകൾ മുകളിൽ നിന്ന് വർഷിച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചൂളം വെച്ച ചൂടുള്ള കൊച്ചു കൊച്ചു കല്ലുകൾ, കടലമണിയോളം പോന്ന ചെറിയ കല്ലുകൾ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആ കല്ലുകൾ അവരുടെ തലയിലേക്ക് വീണപ്പോൾ ചവച്ചരച്ച വൈക്കോൽ കൂനകളെപ്പോലെ ആ സൈന്യമായി തീർന്നു. ചില ആളുകൾ ആ കല്ല് ശരീരത്തിൽ ഏൽക്കേണ്ട താമസം അവർ താഴെ മരണപ്പെട്ടു വീണു. മറ്റു ചിലർ ഓടുന്ന വഴികളിൽ മരണപ്പെട്ടു വീണു. ചില ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു, കുഷ്ഠരോഗം ബാധിച്ചു. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അതിൽ പലരെയും പിന്നീട് സ്വഫാ മറുവക്കിടയിൽ യാചകരായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കഅബയെ തകർക്കാൻ, കഅബയെ ആക്രമിക്കാൻ ഒരു സൈന്യം പുറപ്പെട്ടപ്പോൾ കഅബയുടെ റബ്ബ് അവരെ തുരത്തി. അതിനുശേഷം 50 ദിവസം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഇതാണ് കഅബയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു ചരിത്രം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യൗവനം, അള്ളാഹുവിന്റെ റസൂൽ വളർന്നു.
40-ാമത്തെ വയസ്സിലാണ് നബുവത്ത് ലഭിക്കുന്നത്. 35-ലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി നിൽക്കുന്നു. ആ സമയത്ത് ശക്തമായ ഒരു വെള്ളപ്പൊക്കം മക്കയിലുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ കഅബയുടെ ഭിത്തികൾക്ക് കേടുപാട് സംഭവിച്ചു. കഅബയുടെ മതില് തകർന്നു. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ വീണ്ടും കഅബ പുതുക്കിപ്പണിയുന്ന പണി ആരംഭിക്കുന്നത്. ഖുറൈശികൾ കഅബ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. ആ പുതുക്കിപ്പണിയുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അവര് തീരുമാനിക്കുകയാണ്, ഹലാലായ സമ്പാദ്യം മാത്രം മതി. ഇന്നിവിടെ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന മലയാള ഖുതുബ കേൾക്കുന്ന നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം, മക്കയിലെ മുശ്രിക്കിനറിയാം റബ്ബ് സ്വീകരിക്കൽ ഹലാലായ സമ്പാദ്യമാണ് എന്ന്. സമ്പാദ്യത്തിൽ ഹറാമുണ്ടെങ്കിൽ അത് റബ്ബ് സ്വീകരിക്കില്ല എന്ന് ഏതൊരു ജനതയിലേക്കാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ആ ജനതക്കറിയാം. എന്നാൽ അതേ പ്രവാചകന്റെ ഉമ്മത്ത് മുഹമ്മദ് പലിശയിലാണ്. ഉമ്മത്ത് മുഹമ്മദ് EMI-യിലാണ്. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർ അവരുടെ മൊബൈൽ എന്ന് എടുത്തു നോക്കൂ. ലോണിന് വേണ്ടി എത്ര ആപ്പുകളുണ്ട്. കുടുംബത്തിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോ ഏതെങ്കിലും ആപ്പുകൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്ന് 25, പിന്നീട് 50, പിന്നീട് ലക്ഷങ്ങൾ അങ്ങനെ ലോൺ എടുക്കുന്നവർ, ഹറാമിലേക്ക് പോകുന്നവർ. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് വരുമ്പോൾ ആ മക്കയിലെ മുശ്രിക്കിനുള്ള വിജ്ഞാനം പോലും നമുക്ക് നഷ്ടപ്പെട്ടോ? മക്കയിലെ മുശ്രിക്കിനറിയാം റബ്ബ് സ്വീകരിക്കൽ ഹലാലാണ്. അതുകൊണ്ട് കഅബ നിർമ്മിക്കുന്നത് റബ്ബിനാണ്. ഇന്ന് പല പള്ളികളിലും ആ പള്ളിയുടെ ഭാരവാഹികൾ പലിശയുമായി ബന്ധം, പള്ളി സെക്രട്ടറിക്ക് ബാങ്കുമായിട്ട് ബന്ധം, പള്ളി പ്രസിഡന്റിന് പലിശയുമായിട്ട് ബന്ധം. മകളുടെ കല്യാണത്തിന്, മക്കളുടെ പഠനത്തിന് ലോൺ എടുത്ത് കടം വാങ്ങി അങ്ങനെ സമ്പാദ്യങ്ങൾ എടുക്കുമ്പോ കഅബ നിർമ്മിക്കുന്ന മക്കയിലെ മുശ്രിക്കിനറിയാം റബ്ബ് സ്വീകരിക്കണോ സമ്പത്ത് ഹലാലാകണം. ഹലാൽ ഒരുമിച്ച് കൂട്ടി. ചരിത്രത്തിൽ കാണാം അവരുടെ പണം തികയുന്നില്ല. അതുകൊണ്ട് അവര് തീരുമാനിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത അത്ര വലിപ്പത്തിൽ കഅബ വേണ്ട. ഇന്നും കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത അത്ര വലിപ്പമില്ല. ഒരു ഭാഗം അവര് മാറ്റിവെച്ചു. എന്തേ കാരണം? ഹലാല് തികയുന്നില്ല. ഹലാലെ റബ്ബ് സ്വീകരിക്കൂ. അതുകൊണ്ട് കഅബയുടെ ഒരു ഭാഗം അവർ മാറ്റിവെച്ചു. അവിടെ ഒരു ആർച്ചിന്റെ രൂപത്തിൽ അവിടെ നിർമ്മിക്കുകയും ആ ഭാഗത്ത് തവാഫ് ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കാരണം കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണത്. കഅബയുടെ ഉള്ളിൽ തവാഫ് പാടില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് കഅബ നിലകൊള്ളുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലും കഅബ അങ്ങനെ തന്നെ നിലകൊണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിലാണ് ഇത് നടക്കുന്നത്. ആ കഅബ നിർമ്മാണത്തിൽ അള്ളാഹുവിന്റെ റസൂല് പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകൻ ചുമലിൽ കല്ല് വഹിക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുഹമ്മദ്, താങ്കളുടെ തുണി കൊണ്ട് ചുമലിൽ വെക്കുക, അതിനുശേഷം കല്ല് വെക്കുക. അല്ല എങ്കിൽ ശരീരത്തിൽ മുറിവാകും, ശരീരത്തിന് പരിക്കു പറ്റും. അന്ന് ശരീരത്തിന്റെ നഗ്നത, ശരീരഭാഗങ്ങൾ പ്രകടമാക്കുക എന്നുള്ളത് ജാഹിലിയത്തിലൊരു തെറ്റല്ല. അതാണ് ജാഹിലിയത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുണി മാറ്റുന്ന സമയം ഫസഖത മഗ്ശിയൻ അലൈഹി, അള്ളാഹുവിന്റെ റസൂൽ അവിടെ ബോധം കെട്ട് താഴെ വീണു. നബുവത്ത് ലഭിച്ചിട്ടില്ല. നബുവത്തിന് മുമ്പ് റബ്ബിന്റെ സംരക്ഷണമാണ്. ഫമാ റുഇയ ബഅദ ദാലിക ഉരിയാനൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നീട് റസൂലുള്ളാഹിയുടെ നഗ്നത വെളിവാകുന്ന, ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ പ്രകടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ബോധം വന്ന ഉടനെ പ്രവാചകൻ പറയുന്നുണ്ട്, അരിനി ഇസാരി, എന്റെ തുണിയെവിടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു. ഫശദ്ദഹു അലൈഹി, ആ തുണി പ്രവാചകൻ പെട്ടെന്ന് എടുത്ത് റസൂലുള്ളാഹി എടുത്തു. നബുവത്തിന് മുമ്പ്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഒരു മുസ്ലിം പുരുഷന്റെ ഔറത്ത് വെളിവാകരുത്, ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് വെളിവാകരുത്. എത്രയെത്ര മുസ്ലിം കുടുംബങ്ങളുണ്ട്. ഉമ്മ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഉപ്പ ദീനി സംവിധാനങ്ങളിലുണ്ട്. മകൻ വീട്ടിൽ നടക്കുന്ന കോലം എന്താണ്? ഒരു ട്രൗസറാണ്. അതിന് ഇനി എന്തു പേരിട്ടാലും അതിന് മോഡേണായി പുതിയ പേരുകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ശരി, എന്താകട്ടെ, മുട്ടുപൊക്കിളിനിടയിൽ ഒരു പുരുഷന്റെ ഔറത്താണ്. അത് വീട്ടിൽ ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അവരുടെ മുന്നിൽ ആ ശരീരഭാഗങ്ങൾ ഒരു പുരുഷൻ പ്രകടിപ്പിക്കൽ ഹറാമാണ്. ഒരു ഹയാവുമില്ലാതെ, ഒരു നാണവുമില്ലാതെ മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാര് നടക്കുന്നു. സ്ത്രീകൾ മാത്രമല്ല നഗ്നത പ്രകടമാക്കുന്നത്. ഹയാ നശിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഹയാ നശിക്കുന്നത്? ഈമാൻ കുറയുമ്പോൾ, ദീനി പഠനം കുറയുമ്പോൾ. ഈമാൻ കുറഞ്ഞോ, ദീനി പഠനം കുറഞ്ഞോ, ഹയാ ഇല്ലാതാകും. നമ്മുടെ കുടുംബങ്ങളിൽ നഗ്നത പ്രകടമാക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാകും. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമയത്ത് റബ്ബ് സംരക്ഷിക്കുന്നു. പ്രവാചകൻ ബോധം വന്ന ഉടനെ ആ തുണി കൊണ്ട് റസൂലുള്ളാഹി തന്റെ ശരീരഭാഗങ്ങൾ മറക്കുന്നു. അള്ളാഹു ശരിയായ രൂപത്തിൽ ദീന് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുറൈശികൾ കഅബ നിർമ്മിച്ചു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഅബയിൽ നിന്ന് ചില മാറ്റങ്ങൾ അവർ വരുത്തിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഅബ നേരെ തറയിൽ നിന്ന് കഅബയിലേക്ക് കയറാൻ കഴിയും. ഇന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, കഅബയുടെ വാതിൽ ഉയർന്നിട്ടാണ്. തറയിൽ നിന്നൊരാൾക്ക് കയറാൻ കഴിയില്ല. അത് ഖുറൈശികളാണ് ആ മാറ്റം വരുത്തിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഅബയിൽ 2 വാതിലുകളുണ്ട്. മശ്രിക്കിലൊരു വാതിൽ, മഗ്രിബിലൊരു വാതിൽ. കിഴക്കും പടിഞ്ഞാറും വാതിലുകളുണ്ട്. ഇന്നൊരു വാതിലാണ്, ഒറ്റ വാതിലാണ്. അത് ഖുറൈശികൾ വരുത്തിയ മാറ്റമാണ്. വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. ഇന്നുള്ള കഅബയേക്കാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത കഅബ വലിപ്പം കൂടുതലാണ്. മക്ക വിജയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബ പുതുക്കി പണിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പുതുമുസ്ലിമീങ്ങളുണ്ട്. അവര് പറയും, മുഹമ്മദ് ഇതാ ഇബ്രാഹിമിന്റെ ആളാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഅബ പൊളിച്ചിരിക്കുന്നു. ഒരു ഫിത്നയുണ്ടാകും. ദീനിൽ ഒരു ഫിത്നയുണ്ടാകുമെങ്കിൽ, ദീനിനുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും, അനുവദനീയമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഫിത്നയുടെ വാതിൽ കൊട്ടിയടക്കലാണ് പ്രധാനം. റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ ലൗല അന്ന ഖൗമകി ഹദീസു അഹദി ബിശിർകിൻ. ഷിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന പുതിയ ആളുകളാണ് നിന്റെ ജനത. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ കഅബ ഭൂമിയോട് ചേർക്കുമായിരുന്നു. വജഅൽതു ലഹാ ബാബൈൻ. 2 വാതിലുകൾ ഞാൻ പണിയുമായിരുന്നു. അതുപോലെ തന്നെ ഹിജ്റിന്റെ ഭാഗത്ത് നിന്ന് 6 മുഴം കഅബയിലേക്ക് ചേർക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാലം കടന്നുപോയി, ഖലീഫമാരുടെ ഭരണം കഴിഞ്ഞു. പിന്നീട് ഹിജ്റയുടെ 64-ൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ സഹാബിയാണ്, അദ്ദേഹത്തിന്റെ കീഴിലേക്ക് മക്ക വന്നപ്പോൾ വീണ്ടും കഅബ പുതുക്കിപ്പണിയാൻ ഹിജ്റയുടെ 64-ൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തീരുമാനിച്ചു. അന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള സ്വഹാബികളോട് ചർച്ച നടത്തി. അവര് പറഞ്ഞു, പുതുക്കി പണിയേണ്ടതില്ല, കഅബ പൊളിച്ച് വീണ്ടും നിർമ്മിക്കേണ്ടതില്ല, അറ്റകുറ്റപ്പണികൾ, ആവശ്യമായ പണികൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണോ കഅബ നിർമ്മിച്ചത് അതുപോലെ കഅബയാക്കാൻ ആഗ്രഹിച്ചു. കാരണം സമ്പത്തുണ്ടെന്ന്. അന്ന് പുതുമുസ്ലിമീങ്ങൾ കുറവാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയവരാണുള്ളത്. അങ്ങനെ വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത രൂപത്തിൽ
അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ കാലഘട്ടത്തിൽ കഅബ മാറി. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജ്റയുടെ 73 അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ വധത്തിലേക്ക് പോലും ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കരങ്ങൾ കൊണ്ട് അബ്ദുല്ലാഹിബ്നു സുബൈർ വധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ ഇതെത്തിച്ചു. പിന്നീട് ഹജ്ജാജ് വീണ്ടും കഅബ പൊളിച്ചു മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള അതേ രൂപത്തിലേക്ക് വീണ്ടും ഹജ്ജാജിന്റെ നേതൃത്വത്തിൽ കഅബ മാറ്റി. പിന്നീട് അബ്ബാസി ഭരണകാലം കടന്നു വന്നു. അബ്ബാസി ഭരണാധികാരിയായിരുന്ന മഹദി ഇമാം മാലിക്കിനോട് ഫത്വ ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ കഅബ വീണ്ടും പുതുക്കി പണിയട്ടെ. ഇമാം മാലിക്കിനോട് ഫത്വ ചോദിച്ചു. അന്ന് ഇമാം മാലിക് നൽകിയ ഫത്വ, ഇനി കഅബ മുഴുവൻ പൊളിച്ച് പുതുക്കി പണിയുന്ന ഒരു രീതി ഉണ്ടാകരുത്. ഒരു ഭരണാധികാരി പൊളിക്കുക, അടുത്ത ഭരണാധികാരി വീണ്ടും പൊളിക്കുക, അങ്ങനെ കഅബ പൊളിക്കുന്ന ഒരു ഏർപ്പാട് ഇനി ഉണ്ടാകരുത്. അത് കഅബയുടെ മഹത്വത്തെ കുറക്കും. അത് ജനങ്ങൾക്കിടയിൽ അതിന്റെ പ്രാധാന്യം കുറക്കും. അതുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നതല്ലാതെ കഅബ പൊളിക്കരുത് എന്ന് അന്ന് ഇമാം മാലിക് ഫത്വ കൊടുത്തു. അതിനുശേഷം പിന്നീട് കഅബ പൊളിക്കുന്ന സാഹചര്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ ജാഹിലിയത്തിൽ പണിതതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ അങ്ങനെയാണ് ഹജ്ജാജ് കഅബ പണിതത്. ആ രൂപത്തിലാണ് ഇന്നും കഅബ നിലനിൽക്കുന്നത്. ഇനി വീണ്ടും കഅബ പൊളിക്കുന്ന ഒരു കാലം കടന്നു വരും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം ഈസാ നബി അലൈഹിസ്സലാം വരും. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, യുഹരിബുൽ കഅബത ദുസ്സുവൈഖതൈൻ മിനൽ ഹബശ. ഹബശയിൽ നിന്നുള്ള മെലിഞ്ഞ കാലുകളുള്ള ഒരു മനുഷ്യൻ കഅബ പൊളിക്കും. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഈസാ നബി അലൈഹിസ്സലാം വന്നു കഴിഞ്ഞാൽ ഈസാ നബിയുടെ കാലശേഷം ഭൂമിയിൽ അക്രമികളായ ആളുകൾ മാത്രം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും കഅബ പൊളിക്കപ്പെടും. ഇത് കഅബയുമായി ബന്ധപ്പെട്ട് നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള കഅബയുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളാണ്. അത് മനസ്സിലാക്കണം, ശരിയായ രൂപത്തിൽ പഠിക്കണം. അല്ലാഹു ദീൻ അങ്ങനെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി.